വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിലെ ചർച്ച മാറ്റിവെച്ച് കേന്ദ്ര സർക്കാർ. ബിൽ ഇന്ന് പരിഗണിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സഭയെ അറിയിച്ചു. ആരെയും ലക്ഷ്യമിട്ടല്ല ബില്ലെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസും സിപിഐഎമ്മും വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. ये एफसीआरए अमेंडमेंट बिल पहले इंट्रोड्यूस हुआ था, इसीलिए आज सूची में आया है। मैंने कांग्रेस के वरिष्ठ नेताओं को कल भी बताया, आज भी बताया कि आज एफसीआरए बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है। और दूसरी बात, एफसीआरए को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है। एफसीआरए का जो ओरिजिनल बड़ा अमेंडमेंट 2010 में कांग्रेस ने जो लाया था, ये केरल में चुनाव को देखते हुए कांग्रेस और कम्युनिस्ट वालों ने गलत बात को फैलाया गया है। The Congress and Communist Party are misleading the people of Kerala about the FCRA, which is not correct. Please don't mislead the House. എഫ്സിആർഎ നിയമ ഭേദഗതി ബില്ലിനെ ചൊല്ലി ലോക്സഭയിൽ ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. और प्रश्नकाल के अंदर सभी दलों के मान्य सदस्यों के महत्वपूर्ण प्रश्न आते हैं, चर्चा की बात कर रहे हैं। ये विधेयक जब लिस्टेड सूची में आए, जब आप विरोध कर सकते हैं। और केरल के एमपी मेरे ख्याल से गलत फहमी में ये हंगामा कर रहे हैं। जैसे एफसीआरए को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है। एफसीआरए का जो ओरिजिनल बड़ा अमेंडमेंट 2010 में कांग्रेस ने जो लाया था, उसके बाद कई अमेंडमेंट आए हैं। इस बार जो अमेंडमेंट है ये फॉरेन से कंट्रीब्यूशन आता है उसके रेगुलेशन के लिए और सही इस्तेमाल के लिए। केरल में चुनाव को देखते हुए कांग्रेस और कम्युनिस्ट वालों ने गलत बात को फैलाया गया है। The Congress and Communist Party are misleading the people of Kerala about the FCRA, which is not correct. Please don't mislead the House. Please don't mislead the people of Kerala for the sake of election. सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. പാർലമെന്റ് കവാടത്തിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഈ എഫ്സിആർഎ നിയമ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ അതിൽ ചർച്ചയ്ക്ക് വരേണ്ടതായിരുന്നു. അത് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു. കേരളത്തിൽ നിന്നടക്കമുള്ള പ്രതിഷേധങ്ങളുടെ തുടർന്നാണോ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിവാദങ്ങൾക്ക്, രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഈ നിയമ ഭേദഗതി വഴിവെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണോ കേന്ദ്ര നീക്കം? എന്താണ് ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞത്? എങ്ങനെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പാർലമെന്റിലെ പ്രതികരണം? ജി.കെ. എഫ്സിആർഎ നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു തന്നെയാണ് ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത്. അതിൽ സ്പീക്കർ നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച്, എംപിമാരോട് പറഞ്ഞ വിവരമനുസരിച്ച് ഇന്നലെ വൈകി നടന്ന ചില ചർച്ചകളാണ് ഇന്ന് ഈ സഭയിൽ ഈ ബില്ല് എടുക്കേണ്ടതില്ല, ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബില്ല് ഇന്ന് ലോക്സഭയിൽ വരികയാണെങ്കിൽ അത് കേരളത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം. അതിനാൽ തന്നെ കേരളത്തിലെ ചില ബി.ജെ.പി നേതാക്കൾ കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലത്തേക്ക് ബില്ലിന്ന് എടുക്കേണ്ടതില്ല, ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. മാത്രമല്ല, ഈ സഭാ കാലയളവിൽ ഇന്നും നാളെയും മാത്രമാണ് ബജറ്റ് സെഷൻ അവസാനിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സഭാ കാലയളവിൽ എഫ്സിആർഎ നിയമ ഭേദഗതി ബില്ല് ചർച്ചയ്ക്ക് എടുക്കില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നു. അടുത്ത സമ്മേളനത്തിൽ, വർഷകാല സമ്മേളനത്തിലായിരിക്കും എഫ്സിആർഎ ബില്ല് വരിക എന്നുള്ള കാര്യം കൂടി ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ്, പ്രതിപക്ഷത്തിൻ്റെ വലിയ രീതിയിലുള്ള ആരോപണം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ബി.ജെ.പിക്ക് തിരിച്ചടി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ എഫ്സിആർഎ ബില്ല്
ചർച്ചയ്ക്കെടുക്കുന്നതിൽ നിന്നും ഒരു പിന്മാറ്റം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതേ എന്ന് പാർലമെന്റിനകത്ത് കിരൺ റിജിജു വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇടതുപക്ഷത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും മുന്നിലോട്ട് വെച്ചത്. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള നുണപ്രചാരണമാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാദമാണ് നിലവിൽ കിരൺ റിജിജു നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത് ഒരു NGOകൾക്കെതിരെയും അല്ലെങ്കിൽ ഒരു സഭകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെയുമുള്ള അവകാശ കയ്യേറ്റമല്ല, അവർക്കെതിരെയുള്ള ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള കാര്യമടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറിച്ച് ഈ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഈ ഫണ്ട് വരുന്നത് പലപ്പോഴും ഭീകര പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ തന്നെ നിർബന്ധിത ഏതായാലും അത് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനത്തിനും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിദേശ സംഭാവനയിലൂടെ ലഭിക്കുന്ന പണം ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്, അത് നിയന്ത്രിക്കുക എന്നതാണ് ഈ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വ്യാഖ്യാനവും ന്യായീകരണവും വരുമ്പോഴും ഈ ബില്ല് ഒരു ന്യൂനപക്ഷ വേട്ടയ്ക്ക് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്ന രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് ഈ വിഷയങ്ങളൊക്കെ പാർലമെന്റിൽ ഉയർന്നു വരേണ്ടതായിരുന്നു. പക്ഷേ ചർച്ച കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണോ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം എന്ന് സംശയിക്കാവുന്നതാണ്. ഏതായാലും ഇന്ന് പാർലമെന്റിൽ നടന്ന സംഭവങ്ങളുടെ ഒരു വിശദാംശങ്ങളാണ് ഇപ്പോൾ അർജുൻ പീതാംബരൻ നൽകിയത്. ഡൽഹിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.